എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വിളക്ക് കത്തിക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. വീണ്ടും നമുക്ക് പുലയൊക്കെ വന്നിരിക്കുകയല്ലേ. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അമ്മയുടെ, അതായത് ചേട്ടൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുലയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ഇനി 16 വരെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ മാസം മരിച്ചത് അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയായിരുന്നു. അനിയത്തി മരിച്ച് 1 മാസം ആയപ്പോഴേക്കും ഇപ്പോൾ മൂത്ത സഹോദരനും കൂടെ അവർക്ക് എന്തു പറയാനായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു. ഇനി അതിൻ്റെ കാര്യങ്ങളും അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കണമെന്നില്ല. ഏതൊരു മരണവും എല്ലാവർക്കും എങ്ങനെയാണോ ഉള്ളത്, എന്തുമാത്രം വിഷമങ്ങളുണ്ടോ അതുപോലെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പറയും പോലെ അടുത്തടുത്ത് 2 മരണങ്ങളും കൂടെ ആയപ്പോഴേക്കും 2 സഹോദരങ്ങൾ, ഏറ്റവും മൂത്ത ആളെ ഏറ്റവും ഇളയാൾ ഒരുമിച്ച് 1 മാസത്തെ ഗ്യാപ്പിൽ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെയൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളും, പിന്നെ ഇപ്പോൾ മാമച്ചിയുടെ ആയിരുന്നാലും ഭാര്യയുടെയും മക്കളെയൊക്കെ കാര്യങ്ങൾ പറയേണ്ടതല്ലല്ലോ. എല്ലാ മരണങ്ങളും ആർക്കും അക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോസൊന്നും ഇടാത്തത്. പിന്നെ റീൽസും ഷോർട്സും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് മുന്നേ എടുത്ത് വെച്ചിരുന്നതും കൂടെയാണ്. അങ്ങനെ രാവിലെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ ഇടാനായിട്ട് വന്നതാണ്. ചായ ഇടാനെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ആദ്യം നമ്മൾ അടുക്കള സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് പാല് കാച്ചിക്കൊണ്ട് തുടങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഞങ്ങളെ കടയുടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ചായ ഇപ്പോൾ നമ്മൾ പാല് കാച്ചണമെന്ന് പറയുമ്പോൾ ചായ ഇടുമ്പോൾ പാല് കാച്ചലായല്ലോ, അതൊരു ഐശ്വര്യമാണ്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ തുടങ്ങാവോ എന്ന് നിയമം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ വന്നാൽ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് അല്ലാത്ത രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനൊരു ചായ ഇടാമെന്ന് വിചാരിച്ചു. അമ്മ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ചായ ഇവിടെ. പാൽ ചായ എനിക്ക് മാത്രമേ ഉള്ളൂ. ചേട്ടൻ ചായ കുടിക്കില്ല, ഒരു ബ്ലാക്ക് കോഫിയാണ് കഴിക്കുന്നത്, അതും വിത്തൗട്ട് ഷുഗറിൽ. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ ആ മനുഷ്യനെ സമ്മതിച്ച് കൊടുക്കുന്നത്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട ഡയറ്റ് ആയിരിക്കും. എന്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചാലും ആൾ അങ്ങനെ അങ്ങ് കഴിക്കില്ല. ഇപ്പോൾ ഷുഗറൊക്കെ അങ്ങ് മാക്സിമം അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ഷുഗറാണെന്ന് പറയാം. എനിക്ക് മധുരങ്ങളോടൊരു ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ എന്താ പറയേണ്ടത്, പഞ്ചസാരയൊക്കെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് ഞാനൊരു ഇഞ്ചി ചായയാണ് ഇട്ടത്. അപ്പോൾ പിന്നെ ഈ ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലെയിനായിട്ട് ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അതിൽ ഒന്നുകിൽ ഇഞ്ചി ഇടും അല്ലെങ്കിൽ ചുക്കിടും. എനിക്കിപ്പോൾ ഇഞ്ചിയേക്കാളും കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ ചുക്കാണ്. ചുക്കിട്ട് ചായ ഇടുമ്പോഴേക്കും നല്ല മസാല ടീയില്ല, അതിൻ്റെ അതേ ഫ്ലേവർ വരും. നമുക്ക് പിന്നെ ഇഞ്ചിയും കൂടെ ഇടാം, ഗ്രാമ്പൂവും ഏലക്കയും കൂടെ ഇടാം, വെറും ഏലക്ക മാത്രം ഇടാം. എങ്ങനെ വേണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയും ഇടാം. പിന്നെ തുളസി ഇട്ടിടാം, നമ്മുടെ വയണയിലയില്ലേ അതിട്ടിടാം. എന്തിട്ട് വേണം നമുക്ക് ചായ ഇടുമ്പോൾ അതിനനുസരിച്ച് ആ ഫ്ലേവറിലൊക്കെ മാറ്റം വരും. ഈ പ്ലെയിൻ ചായ കുടിക്കണതിനേക്കാളും എന്തെങ്കിലും ഇതുപോലൊരു ഫ്ലേവറും കൂടെ ആക്കിയിട്ട് കുടിക്കാനാണ് എനിക്ക് ഇത്തിരി കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചായ ഇട്ട് വെച്ചിട്ട് കേശുവിനുള്ള പാല് കാച്ചിയാണ്. പാല് കാച്ചിയിട്ട് മോൻ അതിൽ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ബൂസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പം എന്തെന്ന് പറയുമ്പോൾ നമ്മൾ ബൂസ്റ്റ് ഉപയോഗിച്ച് ഏകദേശം ആവാറാവുമ്പോഴേക്ക് ഇതങ്ങോട്ട് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കട്ട മാറി വരാനായിട്ട്. ഇപ്പോൾ നാത്തുമാരൊക്കെ എന്ത് ചെയ്യുന്നറിയുമോ, അവരിപ്പോൾ ഇതുപോലെ ടിന്ന് വാങ്ങാണ്ട് അതിൻ്റെ ചെറിയ പാക്കറ്റ് കിട്ടുമല്ലോ, 5 രൂപ പാക്കറ്റ്, ആ ചെറിയ കുഞ്ഞ പാക്കറ്റുകൾ, അതാണ് ചേച്ചിയൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ അവർ പറയുമ്പോൾ കട്ട പിടിച്ച് പോകില്ല. ആ പാക്കറ്റ് ഇങ്ങനെ മാല പോലെ അവർ വാങ്ങിച്ച് വെച്ചിരിക്കുക, അതിനെ കിട്ടാൻ മതിയല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആസ്വദിച്ചൊക്കെ ചായ കുടിക്കണം. എനിക്ക് ചായ കുടിക്കുമ്പോൾ വെപ്രാളപ്പെട്ട് ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ്. കുറച്ച് സമാധാനമായിട്ട് നിന്ന് ചായ കുടിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കില്ല, അവിടെ അങ്ങനെ അങ്ങ് വെച്ചിരിക്കും. എന്നിട്ട് ഞാൻ ആ ബൂസ്റ്റ് എന്ത് ചെയ്യുന്ന ബൂസ്റ്റിനെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൂസ്റ്റ് ഏകദേശം ആകുമ്പോഴേക്ക് ബൂസ്റ്റ് അങ്ങനെ തന്നെ കോഫി ഉണ്ടല്ലോ, നമ്മൾ കോഫി പൗഡർ വാങ്ങുമ്പോൾ അതിനും കിട്ടും ഇതുപോലൊരു പണി. ലാസ്റ്റ് ആകുമ്പോഴേക്ക് അങ്ങോട്ട് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയമാകുമ്പോൾ അതിനെ എടുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ട പിടിക്കണ ആ ഒരു ടെൻഡൻസി അങ്ങ് ഒഴിവാക്കാം. അത് കുറച്ച് നാളങ്ങ് ഫ്രഷായിട്ട് ഇരുന്നോളും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അച്ഛനും മോനും എഴുന്നേറ്റിട്ടില്ല. ഞാൻ കുറേ സമയം കൊണ്ട് വിളിക്കുകയാണ്, എണീക്കാന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. കേശു കുറച്ച് നേരത്തെ ഉറക്കം എഴുന്നേറ്റ് വന്നാലും മോൻ നല്ല ഫ്രഷായിട്ട് അങ്ങ് സ്കൂളിൽ പൊയ്ക്കോളും. കുറച്ച് ലേറ്റായാലും ഭയങ്കര മടിയാണ്. പല്ല് തേക്കാനായിട്ട് ഞാനിങ്ങനെ പുറകെ നടന്ന് പറഞ്ഞ് അയ്യോ അവസാനം എൻ്റെ ഒച്ച ഒന്ന് ഉയർന്ന് നാട്ടുകാർ മൊത്തം കേൾക്കുമ്പോഴായിരിക്കും അവൻ പല്ല് തേക്കണത്. അപ്പോൾ ഇന്നും ഏകദേശം അതുപോലെ ആയിരിക്കും. അപ്പം ഞാൻ രാവിലെ കൊണ്ടുപോകാനായിട്ട് ഇന്നലെ ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു ചേട്ടൻ.
അപ്പോൾ രാവിലെ കൊണ്ടുപോകാനായിട്ടെന്നല്ല, ഈ കേക്ക് മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോർണിംഗ് സ്നാക്സായിട്ട് അത് കൊടുത്തുവിടാം. ഈവനിങ് സ്നാക്സായിട്ട് ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ മോൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചുകൊണ്ട് പോകും, ഒരു മുട്ടയും കഴിച്ചുകൊണ്ട് പോകും. കാടമുട്ടയാണെന്നുണ്ടെങ്കിൽ 2 മുട്ട മോൻ കഴിക്കും, അല്ല മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചോളൂ. പാല് ഞാൻ ഓരോ കഥകൾ പറഞ്ഞു കൊടുത്ത് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഓരോ കളിയൊക്കെ കളിച്ചൊക്കെയാണ് പാല് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നാലും ആ പാല് കുടിക്കും. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് സ്നാക്സ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കഴിച്ചും കൊണ്ട് പോയിട്ട് പിന്നെ മോന് പറ്റൂലല്ലോ. 9 മണിയാകുമ്പോൾ തന്നെ അവർ സ്കൂളിൽ നിന്ന് കൊടുക്കും. അപ്പോൾ മിക്കവാറും ചെറിയ രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തു വിടണത്. മോന് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൊടുത്തു വിടണത്. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് ഞാൻ ഈ വേസ്റ്റ് ഇടുന്ന സംഭവം ഇപ്പോൾ പുറത്ത് വെളിയിലാക്കി കേട്ടോ. അകത്ത് ഞാൻ അവിടെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി, വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലമൊക്കെ കുറച്ച് മാറ്റമൊക്കെ വരുത്തി എങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ട് ആ വേസ്റ്റ് ഇടുന്ന സഞ്ചി എടുത്ത് വെളിയിലാക്കി. അപ്പോൾ ഇനിയും കേശുവിന് മോന് കൊടുത്തു വിടാനായിട്ട് വെർമസലി ഇരിപ്പുണ്ടായിരുന്നു. അതിനെ ഒരു നൂഡിൽസ് പോലെ ആക്കി കൊടുത്താൽ മോനത് ഭയങ്കര ഇഷ്ടമാണ് ഉച്ചത്തേക്ക്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അരിപ്പുട്ടാണ്. അത് ഞങ്ങൾ 1 കിലോ റവ വാങ്ങിയപ്പോഴേക്ക് 1/2 കിലോ ഈ മാവ് പൊടി, പുട്ടിൻ്റെ പൊടി ഫ്രീ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് പുട്ടാവിക്കാം, പുട്ടും പപ്പടവും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മോന് വെർമസലിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഈ പാക്കറ്റ് എടുക്കുമ്പോഴേക്കും നമ്മളത് ശ്രദ്ധിച്ച് നോക്കണമല്ലോ, ഡേറ്റും കാണാൻ കഴിഞ്ഞു പോയിട്ടുണ്ടോ, പിന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിരിക്കണമെന്നൊക്കെ ഞാനൊന്ന് വായിച്ച് നോക്കും. അതിന് ശേഷമാണ് അത് കുക്ക് ചെയ്യണത്. പിന്നെ ഇതിന് വെള്ളം ഇടണമല്ലോ, ചൂടുവെള്ളം വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് തുളസി ഇല കൊണ്ട് ചൂടുവെള്ളം ഇടാമെന്ന് വിചാരിച്ച് ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് മാറ്റി പിടിക്കുമ്പോഴേക്ക് കുറച്ചും കൂടെ നമുക്ക് കുടിക്കാനായിട്ടൊരു രുചി തോന്നുമല്ലോ. ഇത്രയും നാൾ ചുക്കിട്ടായിരുന്നു വെള്ളം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു തുളസി ഇല ഇട്ട് വെള്ളം ഇടാമെന്ന്. വീണ്ടും ജലദോഷമൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ കാലാവസ്ഥ ഇതായിരിക്കും, രാവിലെ നല്ല മഞ്ഞാണല്ലോ. അപ്പോൾ കേശുവിന് നന്നായിട്ട് മൂക്കൊക്കെ ചിണുങ്ങണുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് മോനും ഈ തുളസിയിലിട്ട വെള്ളം കൊടുത്തു വിടുമ്പോൾ കുറച്ചൊരാശ്വാസം കിട്ടും എന്നുള്ള എൻ്റെ ഒരു ധാരണയിൽ ഞാൻ തുളസിയില എടുക്കുകയാണ്. പിന്നെ തുളസി പൂവുണ്ടല്ലോ, അത് മൊത്തം അങ്ങ് നുള്ളിക്കളയണം, എന്നാൽ മാത്രമേ അത് നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് അത് വളർന്നു വരുള്ളൂ. അങ്ങനെ ഞാൻ തുളസിയില പിച്ചിക്കൊണ്ട് പോയതാണ്. കുറേ നാൾ തുളസി ഇല്ലായിരുന്നു കേട്ടോ. അവിടെ എവിടെയൊക്കെ പൊടിച്ച് നിൽക്കുമോ, ഞാൻ കൊണ്ട് വീട്ടിൽ നടുമ്പോഴേക്കും അതങ്ങ് പട്ടുപോകുമായിരുന്നു. ഇപ്പോൾ പിന്നെ നന്നായിട്ട് വരണുണ്ട്. ഇതിന് മുന്നേ ഒരു തുളസി എനിക്കങ്ങ് ഭയങ്കര വലുതായി കിട്ടിയിട്ട്, നമുക്കിങ്ങനെ തുളസി നിറച്ച് ഇലയും വെച്ച് നല്ല ഇങ്ങനെ കൊഴുത്ത് നിൽക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ഐശ്വര്യം തോന്നുമല്ലോ. തുളസി തന്നെ എന്തുമാത്രം ഫ്ലേവറുണ്ട്, ഫ്ലേവർ ഉണ്ടെന്നല്ല, എന്തുമാത്രം വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ തുളസി ഇട്ടങ്ങ് വെള്ളം ഇടാണ്. ഇതിപ്പോൾ കൃഷ്ണ തുളസിയാണ്. ഇതിനേക്കാളും ഒറിജിനൽ കുറച്ചും കൂടെ ഇതിൻ്റെ വേരിയൻ്റ് ഉണ്ട്. നല്ല കറുത്ത കളറിൽ, നല്ല കരിനീല കളറിൽ തണ്ടുള്ള തുളസിയുണ്ട്. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷെ അങ്ങനത്തത് കിട്ടാനായിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, ആ വെയിലിൻ്റെയും മണ്ണിൻ്റെയൊക്കെ രീതിയിൽ തുളസിയുടെ ആ രീതികളൊന്ന് മാറുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ തുളസിയിട്ട് അവിടെ വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് പപ്പടം പൊരിച്ചങ്ങ് വയ്ക്കാം. പപ്പടം പൊരിച്ചങ്ങ് വയ്ക്കുമ്പോഴേക്കും ആ ഒരു ജോലി കഴിയുമല്ലോ. ഈ ചെറിയ ചെറിയ ജോലികൾ പെട്ടെന്ന് അങ്ങ് ചെയ്ത് വെച്ചാൽ പിന്നെ ബാക്കി വലിയ ജോലികൾ വരുമ്പോഴേക്ക് ഈ ഒരു കുഞ്ഞൻ ജോലികൾ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് അങ്ങ് ശല്യപ്പെടുത്തൂല. അങ്ങനെ പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കുറേ നാളായി പപ്പടം വാങ്ങിച്ചിട്ട്. ഇപ്പോൾ ചേട്ടനിങ്ങനെ പപ്പടത്തിനും റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. പപ്പടമെന്ന് ഒരു കണക്കിന് നോക്കിയാൽ ഒരുപാട് കഴിക്കാൻ പാടില്ല. എനിക്ക് പിന്നെ ഈ പപ്പടം വലിയ ഇഷ്ടമല്ല. ഞാൻ ചോറിൻ്റെ കൂടെ പപ്പടം അങ്ങനെ കഴിക്കാറേ ഇല്ല. സദ്യക്ക് പോകുമ്പോഴായിരുന്നാലും ഞാൻ ചിലപ്പോൾ മാത്രം തോന്നിയാൽ മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ ചേട്ടനൊന്നും അങ്ങനെയല്ല, പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പുട്ടിൻ്റെ കൂട്ടത്തിൽ മാത്രമാണ് ഞാൻ പപ്പടം കുറച്ച് കൂടുതലായിട്ട് കഴിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പണ്ടൊക്കെ ഇങ്ങനെ കട്ടൻ ചായയും പപ്പടമായിട്ടൊക്കെ കഴിക്കൂലേ. ഇപ്പോൾ കേശവനായിരുന്നാലും പപ്പടം കൊടുത്താൽ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ ഞാൻ പപ്പടം എല്ലാം പൊരിച്ച് ഈ ഒരു തൂക്കുപാത്രത്തിലാണ് പപ്പടം എല്ലാം പൊരിച്ചങ്ങ് അടച്ചതങ്ങ് മാറ്റി വെച്ച്. അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞ് എൻ്റെ കബോർഡ് കണ്ടില്ലേ, അതൊക്കെ ഇനി താമസിയാതെ മാറ്റണം. അടുക്കള ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. അങ്ങനെ പപ്പടം പൊരിച്ച എണ്ണയൊക്കെ അങ്ങ് മാറ്റി വെച്ച്, പപ്പടം പൊരിച്ച എണ്ണ ചിലപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലും കടുക് വറുക്കാനുണ്ടെങ്കിൽ മാത്രമേ എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ യൂസ് ചെയ്ത എണ്ണ പിന്നെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്.
അങ്ങനെ വലിയ കവർ പപ്പടമായിരുന്നു വാങ്ങിച്ചത്. അപ്പോഴും പപ്പടം പൊരിച്ചിട്ട് തീർന്നില്ല. അങ്ങനെ ഞാൻ ബാക്കിയെടുത്ത് കവറിലിട്ടങ്ങ് മാറ്റി വെച്ച്. ചില സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കും കേട്ടോ പപ്പടം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മൾ പപ്പടം പൊരിക്കാൻ നേരത്തായിരിക്കുമല്ലോ പപ്പടം പൊരിക്കണം എന്നുള്ള ചിന്ത മനസ്സിൽ വരണത് തന്നെ. അത് മുന്നേ ഓർമ്മിക്കില്ലല്ലോ. അപ്പം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് പൊരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരുമാതിരി പൊടിഞ്ഞു പോകും പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ടിന്നിനകത്തിട്ട് തന്നെ അങ്ങ് അടച്ച് മാറ്റി വെച്ചത്. ഇനി കേശുവിനുള്ള വെർമസിലി നൂഡിൽസ് റെഡിയാക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വെർമസിലി ഒടിച്ചൊടിച്ചൊടിച്ച് അതിലിട്ട് നെയ്യിലൊന്ന് വരട്ടിയെടുക്കും. നമ്മളിപ്പോൾ നെയ്യിൽ ഒന്നിങ്ങനെ വരട്ടിയെടുക്കാണ്ട് അല്ലെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചെടുക്കാതെ ഈ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നിന്നാൽ ഇതങ്ങ് കട്ട പിടിക്കും പോലെ വരും. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഇതുപോലെ നെയ്യിലിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടേ അല്ല പായസം ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ ആ ഒരു പാൽപ്പായസത്തിൻ്റെ ആ ഒരു രീതി മാറും പോലെ തോന്നും. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരുണ്ടാക്കുന്ന രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല പാൽപ്പായസം, നല്ല വെള്ള കളറിലുള്ള പാൽപ്പായസം തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ സേമിയം അല്ല ഇത് വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് അത് പറ്റൂല. അങ്ങനെ ആകുമ്പോൾ അതെല്ലാം കൂടെ കട്ട പിടിക്കും. അപ്പം ഞാൻ അതിനെ ഒന്ന് നെയ്യിൽ വറുത്ത് കോരിയിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കിടന്ന് നന്നായിട്ട് അതങ്ങ് വെന്ത് വന്നോളും. അപ്പോൾ അതൊന്ന് വേവട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എല്ലാ ദിവസവും അമ്മ ഒരു 7 മണി കഴിയുമ്പോഴേക്കും വിളിക്കും, കേശുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായോ എന്താണെന്നൊക്കെ അറിയാനായിട്ട് അമ്മ മരണ വീട്ടിൽ നിന്ന് വിളിക്കും. അപ്പോൾ ഈ സമയത്ത് പിന്നെ അധികം സംസാരിക്കാനും സമയം കിട്ടില്ല. അമ്മയ്ക്കും അറിയാം ഈ സമയത്ത് ഞാനിങ്ങനെ കാല് നിലത്ത് തൊടാണ്ട് ഉള്ള ജോലിയായിരിക്കുമല്ലോ. പെട്ടെന്ന് നമുക്ക് മോന് കൊണ്ടുപോകുന്നതിന് മുന്നേ അതെല്ലാം റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വെർമസിലി വേവിച്ച് വെച്ചിട്ട് അതിനെ ഒന്നങ്ങ് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഊറ്റി വെച്ചിട്ടാണ് ഇനി നമ്മൾ അതിനെ ഒന്ന് നൂഡിൽസ് പോലെ ആക്കിയെടുക്കാം. നമുക്ക് കുറച്ച് സവോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. മോന് പിന്നെ അതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിതിലൊന്നും ചേർക്കണില്ല. അല്ലാതെ തന്നെ വീണ്ടും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി ഈ സേമിയം അതിലേക്ക് ഇട്ട് കൊടുത്ത് അല്ലാതെ ഈ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചൊന്ന് എടുക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാവ് പോലെ ഈ സേമിയോ വെർമസിലി വെച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ രീതിയിൽ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ഇപ്പോൾ കേശുവിൻ്റെ ഇഷ്ടത്തിന് മാത്രം ആക്കി എടുക്കുന്നതാണ്. പിന്നെ ഇതാ സംഭവം ഞാൻ കുറച്ചെടുത്തതാണ്, അതിപ്പോൾ കൂടിപ്പോയി. എനിക്കാണെങ്കിൽ ഇത് വലിയ താല്പര്യമൊന്നുമില്ല. അല്ലാണ്ട് പായസം അല്ലാതെ ചുമ്മാ കഴിക്കാനൊക്കെ ഇതുപോലെയൊക്കെ ആക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇനിയിപ്പോൾ ഈ ബാലൻസ് അങ്ങനെ അങ്ങ് ഇരിക്കും. ഇത്രയൊന്നും മോന് കൊണ്ടുപോകാൻ പറ്റില്ല. അതിലൊരു 1/4 ഭാഗം മതി മോന് കൊടുത്ത് വിടാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഈ വേവിച്ച് വെച്ച വെർമസിലി അതിലേക്കിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കും. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെയൊക്കെ ചേർത്ത് ആ ഒരു ഫ്ലേവർ കുറച്ചും കൂടെയൊക്കെ മാറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് ഇനി അതിനെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും കുറച്ച് കളറൊക്കെ മാറിയിട്ട് ഈ ഒരു രീതിയിൽ വന്നോളും. ഇനി ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഏത് കറികളുടെ കാര്യം പറഞ്ഞാലും ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നു. ഉപ്പ് പിന്നെ ഉപ്പിടാതെ ഒരു കറി വെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങളത് ആലോചിച്ച് എന്നോടങ്ങ് ക്ഷമിക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴായിരിക്കും അയ്യോ ഉപ്പിട്ടാൻ പറഞ്ഞില്ലല്ലോ അത് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അതും അങ്ങ് മാറ്റി വെച്ച് ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിയ സീഡ് വാങ്ങിയായിരുന്നു. ഇനി കുറച്ച് ഡയറ്റ് നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ വയറ് കുറയാനും ആവശ്യമില്ലാത്ത കൊഴുപ്പൊക്കെ ബേൺ ചെയ്ത് പോകാനും ഒക്കെ ചിയ സീഡ് നല്ലതല്ലേ. അങ്ങനെ ചിയ സീഡ് വാങ്ങിച്ചിട്ട് അതൊന്ന് വെള്ളം ഇടുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ മോനെയും കൊണ്ട് സ്കൂളിലെത്തി. ഇന്ന് സ്കൂളിൽ വന്നപ്പോഴേക്കും നമ്മളൊരല്പം ലേറ്റായിപ്പോയി. ലേറ്റായെന്ന് പറയാനായിട്ട് 8:20 ആകുമ്പോഴേക്ക് 8:20 മുന്നേ സ്കൂളിൽ കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും 8 മണിക്ക് തന്നെ സ്കൂളിൽ ഹാജരാകും. പക്ഷേ ഇന്നായപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ കേശുവിനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി പിന്നെ എന്നെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ചേട്ടനും പുട്ടൊക്കെ കഴിച്ചിട്ട് നേരെ കടയിൽ പോയി. അപ്പോൾ ഞാൻ ഇന്ന് കടയിൽ പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്കിനി മുകളിലത്തെ ചെടികളെയൊക്കെ ഒന്ന് നോക്കാനുണ്ട്. അങ്ങനെ അതിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇന്ന് കുറച്ച് എന്തോന്ന് പറയാനായിട്ട് കുറച്ച് അലുകുലത്ത് പണികൾ മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങനെ വേവിക്കലും ബാക്കി വേവിച്ച് പറക്കലും ഒക്കെ ഇനി കുറവാണ് എനിക്ക്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതും കൂടെ വാങ്ങിക്കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. കല്ലുപ്പ് വാങ്ങണമായിരുന്നു. അങ്ങനെ കല്ലുപ്പ് വാങ്ങി
അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കല്ലുപ്പ് ഉണ്ടായിരിക്കുന്നത് കുറച്ച് ഐശ്വര്യമാണ് കേട്ടോ. കല്ലുപ്പിൻ്റെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയും കല്ലുപ്പിൽ. അതുമല്ല വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാനൊക്കെ കല്ലുപ്പുള്ളത് നല്ലതാണ്. എനിക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കല്ലുപ്പ് വാങ്ങിച്ച് വെച്ചതാണ്. പിന്നെ കൊച്ചുള്ളി വാങ്ങി. എൻ്റെ പൊന്നെ, ഉള്ളിയൊക്കെ ഇതെന്തോന്ന് വില. കൊച്ചുള്ളി കിലോ 80 രൂപ, മറ്റതിന് 79. സവോള എത്ര 79 എത്രയ്ക്കോ ആയിരുന്നു. അല്ലെങ്കിലും എല്ലാ വർഷവും ഈ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ഈ ഉള്ളിയുടെ വില കൂടാറുണ്ട്. അപ്പോൾ ചില സമയത്ത് 25 രൂപ 30 രൂപയിൽ കിടക്കുന്നതാണ് സവാളയുടെയൊക്കെ വില. ഇപ്പോഴത്തെ വില കണ്ടില്ലേ. അങ്ങനെ ഞാൻ 2 കിലോ സവാളയും 1 കിലോ കൊച്ചുള്ളിയും. എനിക്ക് കൊച്ചുള്ളി എന്തിനാണെന്ന് വെച്ചാൽ കടുകൊക്കെ താളിക്കുന്ന സമയത്ത് കൊച്ചുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചൊഴിച്ചാൽ ആ ഒരു മണം വരുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ കടുകൊക്കെ വറുത്താലൊന്നും ആ ഒരു മണം കിട്ടൂല. അതിനാണ് എനിക്ക് ഈ കൊച്ചുള്ളി കൂടുതൽ ആവശ്യം. പിന്നെ ചുക്കും തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ചുക്ക് വാങ്ങിച്ച്, എനിക്കിപ്പോൾ വെള്ളമിട്ട് കുടിക്കണമെങ്കിലും ചായ ഇടണമെങ്കിലും എല്ലാത്തിലും ചുക്ക് വേണം. പിന്നെ ഈ നമ്മൾ ചുക്ക് വെള്ളം കുടിച്ചാലും നമുക്ക് ഈ ഗ്യാസ് ഫോം ആവണതൊക്കെ അതൊന്ന് തടഞ്ഞോളും. അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ചുക്ക്. അങ്ങനെ ഞാൻ ചുക്കും വാങ്ങിച്ച്, അപ്പോൾ ഇനി ചുക്കിനെ ഒന്ന് വേറെ ടിന്നിലോട്ടൊക്കെ മാറ്റിയിടണമല്ലോ. എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഈ അടുക്കി പറക്കലല്ലേ പിന്നെയും വീണ്ടും പാട്. സാധാരണ അമ്മ ഉള്ളപ്പോൾ എന്ത് ചെയ്യുന്നറിയുമ്പോൾ ഞാൻ ഈ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പാട് മാത്രമേ ഉള്ളൂ. അമ്മയാണ് എല്ലാ സാധനങ്ങളും അടുക്കി പറക്കി ഒതുക്കിയൊക്കെ വയ്ക്കണത്. ഇപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് അടുക്കലും പറക്കലും ഒതുക്കലും എല്ലാം എനിക്ക് തന്നെ ഡ്യൂട്ടി. അങ്ങനെ ഇതിനിടയ്ക്ക് കേശു സ്കൂളിൽ നിന്നൊക്കെ വന്ന്, അപ്പോൾ മോൻ സ്കൂളിൽ നിന്ന് വന്ന് മേലൊക്കെ കഴുകിയിട്ട് ഹോംവർക്ക് എഴുതാനായിട്ട് ഇരിക്കുകയാണ്. ആൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉറങ്ങും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും 3 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലെത്തും. അത് കഴിഞ്ഞ് മേലൊക്കെ കഴുകി കുറച്ച് സമയം അവിടെ കുരുത്തക്കേടൊക്കെ കാണിച്ച് നടന്നിട്ട് പിന്നെ കിടന്നൊരു ഉറക്കമുണ്ട്. ഒരു 3:45 ആകുമ്പോഴേക്ക് കിടന്ന് ഉറങ്ങിയാൽ ആൾ ചിലപ്പോൾ 6:30 7 മണിയായാലും എഴുന്നേൽക്കില്ല. നന്നായിട്ട് കിടന്നുറങ്ങും. പിന്നെ 8 മണിക്കായിരിക്കും ഉറക്കം എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ കിടന്ന് ഉറങ്ങാനും താമസിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് എഴുതിപ്പിച്ചിട്ട് അങ്ങ് കിടത്തി ഉറക്കും. അപ്പോൾ പിന്നെ കുറച്ച് എഴുന്നേൽക്കാൻ ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ. ചിലപ്പോൾ കിച്ചു പഠിപ്പിക്കാൻ വരുമ്പോഴൊന്നും ആൾ എഴുന്നേൽക്കില്ല. പിന്നെ ഉറക്കം അടിച്ച് 8 മണിക്ക് ശേഷമൊക്കെ ഹോംവർക്ക് എഴുതുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ്. അങ്ങനെ ഹോംവർക്ക് എഴുതി. അതിനുശേഷം കേശു കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാനും കൂടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴും വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു 5:45 ആയപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും ഉറക്കം എഴുന്നേറ്റത്. കേശു ഉറക്കം എഴുന്നേറ്റിട്ട് വീണ്ടും ടി വിയൊക്കെ കണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം പഠിച്ച് കിച്ചു വന്ന് പഠിപ്പിച്ചതിന് ശേഷം അവൻ അവിടെ ടി വി കാണുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുളക് പൊടിയൊക്കെ തീർന്നിരിക്കുക. മുളക് പൊടി തീർന്നില്ല, ഏകദേശമായിട്ടുണ്ടായിരുന്നു. അന്ന് ചാലയിൽ പോയി വാങ്ങിച്ച മുളക് പൊടിയാണ്. എനിക്ക് വീണ്ടും ചാലയിൽ പോയി തന്നെ മുളക് പൊടി വാങ്ങണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷേ ആ മനുഷ്യൻ സമയമില്ലാന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിച്ചില്ല. പിന്നെ നമ്മളിവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് മുളക് വാങ്ങിച്ചത്. ഞാൻ എങ്ങനെയെന്നറിയാമോ വാങ്ങണത്? 1 കിലോ മുളകാണ് ഞാൻ വാങ്ങി പൊടിപ്പിക്കാറ്. അതിൽ 1/2 കിലോ പിരിയമുളക് വാങ്ങിക്കും, 1/2 കിലോ സാധാ മുളക് വാങ്ങിച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് പൊടിപ്പിക്കും. അപ്പോൾ നല്ല കളറുമാണ്, നല്ല എരിവുമാണ്. നമുക്ക് ഈ കറികൾക്കൊക്കെ നല്ല കളറില്ലെങ്കിൽ ഒരു വെളുത്തിരുന്നാൽ നമുക്ക് വെള്ള കളറൊക്കെ ഇരുന്നാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അങ്ങനെ മുളക് പൊടി പൊടിപ്പിച്ച്, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പൊടിപ്പിച്ചുകൊണ്ട് വന്ന് വാങ്ങിച്ച് തൊട്ടടുത്ത് നമ്മുടെ കടയിൽ തൊട്ട് ചേർന്ന മെല്ലാണ്. അപ്പോൾ ആ മെല്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ അതുമൊക്കെ അങ്ങ് തട്ടി മാറ്റിയൊക്കെ അങ്ങ് വെച്ച് ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മീൻ വാങ്ങിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇത് കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഓരോ സ്ഥലത്തിൻ്റെ രീതി അനുസരിച്ച് മാറും, ഓരോ സമുദായത്തിൻ്റെ രീതി അനുസരിച്ചിട്ടൊക്കെ മാറും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രീതി അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു മരണം കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് നമ്മൾ മീനൊക്കെ കഴിക്കും. അവർക്ക് എന്തെങ്കിലും ബലിയോ അങ്ങനെ ബലിയിടണവരോ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ചടങ്ങുകൾക്കായിട്ട് നിൽക്കുന്നവർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇങ്ങനെ വ്രതം പിടിച്ച് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും മീനൊക്കെ കഴിക്കണവരാണ്. പിന്നെ ആ വീട്ടിൽ അസ്ഥിയൊക്കെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ മീൻ വയ്ക്കൂല എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ 41 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് 16 കഴിഞ്ഞ് അങ്ങനെയൊന്നും നമുക്കില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ ഓരോ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തൃശ്ശൂർ ഭാഗത്തോട്ടായിരുന്നാലും അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ നമുക്കങ്ങനെ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മീനൊക്കെ വാങ്ങണത്. അപ്പോൾ മത്തിയും അതുപോലെ തന്നെ നെത്തോലിയും ആയിരുന്നു കിട്ടിയത്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഈ മത്തിയും നെത്തോലിയും അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കാം, ഇന്ന് വെക്കണില്ല. നാളെ മത്തി പൊരിച്ചിട്ട് നെത്തോലി പീര വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ എന്ന് വെച്ചാൽ കുറച്ചധികം ജോലിയുണ്ട്. കടയിൽ പോകണം,
കേശുവിനെ സ്കൂളിലാക്കിയിട്ട് നേരെ കടയിൽ പോകണം. കടയിൽ പോയിട്ട് കടയിൽ നാളെ ക്ലീനിങ് ഡേ ആണ്, കട ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കൊണ്ട് വേണം പോവാനായിട്ട്. അങ്ങനെ രാവിലെ ഒരു 10 മണിക്ക് കടയിൽ പോയാൽ കേശുവിനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്തായിരിക്കും പിന്നീട് തിരിച്ചു വരണത്. അപ്പോഴേക്ക് പിന്നെ വേറെ ഒന്നും നടക്കൂലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഈ സംഭവങ്ങളെല്ലാം നാളെ വെച്ചിട്ട് നാളെ ചോറ് കൊണ്ടുപോയാൽ ഉച്ചയ്ക്ക് അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ ക്ലീനാക്കി വെച്ചിരുന്നാൽ നാളെ എളുപ്പമുണ്ടല്ലോ. അതിനെടുത്ത് കറി വയ്ക്കാനായിരുന്നാലും പീര വയ്ക്കാനായിരുന്നാലും പൊരിക്കാനായിരുന്നാലും ഒക്കെ നാളെ ഈസി അല്ലേ. അങ്ങനെ അതെല്ലാം വെച്ച് പിന്നെ ഈ മീൻ അറുത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, അവിടെ മൊത്തം മീനിൻ്റെ ബ്ലഡും കാര്യങ്ങളും ആ ഒരു മീൻ വെള്ളം വീണിട്ടുള്ള സ്മെല്ലും ഒക്കെ വരും. അപ്പോൾ പിന്നെ അതിനെ അങ്ങ് നന്നായിട്ട് അവിടെ ആ സോപ്പൊക്കെ കൊണ്ട് നല്ലതുപോലെ തേച്ച് കഴുകിയും കിട്ടില്ലെങ്കിൽ അടുക്കളയിൽ കയറുമ്പോൾ നല്ല മീൻ നാറ്റമായിരിക്കും. അങ്ങനെ ഇനി അവിടെ മൊത്തം ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ഇടാനുണ്ട്. ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്ന് തന്നെയാണ് മീൻ അറുക്കണത്. അമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ അവിടെ വെളിയിലിരുന്ന് മീനൊക്കെ അറുത്തിട്ട് കഴുകാനായിട്ടും ഇങ്ങ് കൊണ്ടുവന്നാണ് കഴുകണത്. ഇതിനകത്ത് വെച്ച് കഴുകണ കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം മീൻ വെള്ളം നേരെ സിങ്കിലോട്ടല്ലേ പോണത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒഴിക്കാനുള്ള സ്പേസ് ഇല്ല. നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണേൻ്റെ അവിടെ തന്നെ മീൻ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. ഞാൻ ആദ്യത്തെ വെള്ളം കൊണ്ട് ആ ചെടിക്ക് ഒഴിച്ചു കൊടുക്കും, അത് വേറൊരു കാര്യം. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നല്ല കല്ലുപ്പൊക്കെ ഇട്ട് മീൻ നന്നായിട്ടൊന്ന് വിരവി കഴുകുകയാണ്. അങ്ങനെ കഴുകുമ്പോഴേക്കും അതിലെന്തോ തുരുമ്പോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ പറയുമല്ലോ, അതൊക്കെ അങ്ങ് മാറിയിട്ട് മീൻ നല്ല വെളുത്ത് നല്ല കുട്ടപ്പനായിട്ട് മീൻ കിട്ടും. അങ്ങനെ ഞാൻ ആദ്യം നെത്തോലി മീനാണ് ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാനായിട്ട് പോണത്. നെത്തോലി നല്ല വില കുറവാണ്, പക്ഷേ എന്ത് പറയട്ടെ, നെത്തോലി ലാഭമല്ലായിരുന്നു കേട്ടോ. 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ചാളയാണെങ്കിൽ മത്തിച്ചാള ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ നെത്തോലി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ മുള്ളൂരി മാറ്റിയിട്ട് വേണം നാളെ പീര വയ്ക്കാനായിട്ട്. അപ്പോൾ നാളെ ഇതെല്ലാം കൂടെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുപാട് സമയം അതിൻ്റെ ബാക്കിൽ നിന്ന് പോകുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി സമയമുള്ളത് കൊണ്ട് ഇതൊക്കെ അങ്ങ് തീർത്ത് വെച്ചാൽ നാളെ ഒരുപാട് ജോലി കുറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നെത്തോലി അവിടെ എല്ലാം ക്ലിയർ ആക്കി വെച്ച് ഇനി ഞാൻ കല്ലുപ്പിട്ട് ചാള അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വിരവി കഴുകുമ്പോഴേക്ക് അതിലുള്ള ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങ് പൊയ്ക്കോളും. പിന്നെ അതിൻ്റെ വയറൊക്കെ കീറി അതിനകത്ത് ഒരു കറുപ്പ് പോലെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം എടുത്ത് മാറ്റി നല്ല ക്ലീൻ ആക്കി എടുത്താൽ മാത്രമേ ഒരു സമാധാനം വരുള്ളൂ. അമ്മ ഉള്ളപ്പോഴാണെങ്കിൽ ഈ മീൻ അറുക്കണതും മീൻ വെക്കണതും എല്ലാം അമ്മയുടെ ഡ്യൂട്ടി ആയിരിക്കും. അമ്മയ്ക്ക് അതാണ് ഇഷ്ടം, അമ്മ ചെയ്താലേ അമ്മയ്ക്കൊരു തൃപ്തി വരുള്ളൂ. ഇപ്പോൾ അമ്മ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. മുമ്പ് ഇതുപോലെ മീൻ അമ്മ അറുക്കണതും എൻ്റെ അമ്മ മീനിങ്ങനെ ക്ലീൻ ചെയ്യണതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മീൻ ഓരോന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ. ഇപ്പോൾ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ നമുക്കിതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ മീനെല്ലാം ക്ലീനാക്കി അങ്ങ് ഫ്രിഡ്ജിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അവിടെ ഒന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ ഇനി വെള്ളം ഇടേണ്ടതാണ് കേട്ടോ. രാത്രി ഇനി ചിയാ സീഡ് വെള്ളം തന്നെ രാത്രി ഇടണം. ചേട്ടൻ വരുമ്പോഴേക്കും ഇനി വന്നിട്ട് എന്തായാലും ഈ വെള്ളം കുടിക്കും. പിന്നെ ഇനി എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കണം. അപ്പോൾ പുട്ട വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വന്നിട്ട് പുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ആ വെള്ളം അങ്ങ് ഇട്ട് വെക്കാം. വെള്ളം ഇട്ട് വെച്ചാൽ മാത്രമേ വരുമ്പോഴേക്ക് കുറച്ചങ്ങ് തണുത്തിരിക്കുകയുള്ളൂ. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ചിയാ സീഡിന്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ആയിരുന്നാലും നല്ലതാണ്. ഞാൻ കുറേ നാൾ ഫ്ലാക്സ് സീഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ വെള്ളമിട്ട് കുടിക്കാനായിരുന്നാലും ഹെയറിനും ഒക്കെ നല്ലതാണ്. ഇത് ഞാനിപ്പോൾ ചിയാ സീഡ് നല്ല എടുത്തത് പറഞ്ഞപ്പോൾ മാറിപ്പോയി കേട്ടോ. ഇത് മോന് നല്ല ജലദോഷമായി, നല്ല മൂക്കടപ്പമുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ നിന്ന് ഞവരയില എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിനെ ഇട്ടൊന്ന് വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് മോനൊന്ന് ആവി പിടിക്കാൻ കൊടുക്കാനാണ്. ആളെന്തായാലും ഡയറക്റ്റ് വന്ന് ആവി പിടിക്കത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ തിളച്ച വെള്ളം അടുത്ത് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ആവി അല്ലാണ്ട് ആൾക്ക് കയറിക്കോളുമല്ലോ. പക്ഷേ ഈ ഒരു ട്രിക്ക് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കിപ്പോൾ കിട്ടിയ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്. കേശുവിൻ്റെ കൂട്ടുകാരിയുടെ അമ്മയുണ്ട്, സ്കൂളിൽ കേശുവിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അമ്മയുണ്ട്. അവളാണ് എനിക്ക് ഇങ്ങനെ ആവി പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും നീ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഞവരയില ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിരുന്നാൽ മതിയെന്ന് എനിക്ക് ലക്ഷ്മിയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെയാണ് ചെയ്യണത്. കണ്ട ആവശ്യത്തിനുള്ള ആവിയൊക്കെ മണ്ടയിൽ കയറിക്കോളും, അത്രയൊക്കെ മതി. അല്ലാതെ ഇപ്പോൾ തലവഴി മൂടിയിട്ട് ആവി പിടിക്കാനൊന്നും മോന് ഭയങ്കര മടിയാണ്. അതിനെല്ലാം മോനെന്നല്ല, കൊച്ചു പിള്ളേർക്ക് അതൊക്കെ മടിയായിട്ടുള്ള കാര്യമല്ലേ. പക്ഷേ സത്യത്തിൽ നന്നായിട്ട് ആവി അവൻ്റെ മുഖത്ത് കയറണുണ്ടായിരുന്നു.
അങ്ങനെ മോന് പേടിയുണ്ട്. വന്നിരുന്നപ്പോൾ പറയണുണ്ട്, അമ്മ എനിക്ക് പേടിയാവണം, കാരണം തിളച്ച വെള്ളമല്ലേ, വന്നിരിക്കുമ്പോൾ ആൾക്ക് പേടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ ആക്കിയിട്ട് അടുത്ത് കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ കൂടെ ഇരിക്കുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റൂലല്ലോ, കൂടെ ഇരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ആവി പിടിക്കണ കണ്ടപ്പോഴേക്കും അവൻ എൻ്റെ തല പിടിച്ച് മുക്കാൻ പോയതേ ഉണ്ടാവും. ഇതൊക്കെയാണ് കുരുത്തക്കേടുകൾ. അങ്ങനെ ആവി കയറിയപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് അങ്ങ് കണ്ണിലൊക്കെ അടിച്ച് കയറുമ്പോൾ അയ്യോ നന്നായിട്ട് ആവി കയറിയമ്മ എന്നൊക്കെ പറയും. അങ്ങനെ കുറച്ച് സമയമായപ്പോൾ ആൾക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഉണർന്നിരുന്ന് ആവി പിടിക്കുന്നത് ഇപ്പോഴാണ്, അല്ലെങ്കിൽ മോൻ അറിയാണ്ട് ഉറക്കത്തിലാണ് ഞാൻ ഇതുപോലെ കൊണ്ട് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോഴേക്ക് ചേട്ടൻ വന്നിട്ടുണ്ട് കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാലേ, ഞാനും കേശു മാത്രം ഉള്ളപ്പോഴേക്ക് ഗേറ്റ് പൂട്ടിയിട്ടാണ് ഞാൻ നിൽക്കാറ്. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ അടുക്കളയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കേശുക്കുട്ടൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലെ ഈ വീടിന് ചുറ്റും നടന്നിട്ട് ഗേറ്റിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് വഴിയെ പോണവരെല്ലാവരെയും അവൻ വിളിച്ച് സംസാരിക്കും. അപ്പോൾ വേറൊരു കാര്യമുള്ളത്, ഒരുപാട് പേര് ഈ ആക്രി പറക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതുപോലെ ഈ അനാഥാലയത്തിൽ നിന്ന് അന്നദാന ഫണ്ടിൽ നിന്നൊക്കെ വരണമെന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് അടുക്കളയിലോ മുറിക്കകത്തൊക്കെ നിന്നാലും പ്രശ്നമില്ല. ഇദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ ചേട്ടൻ വന്നപ്പോഴേക്കും നാളെ കേശുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പിന്നെ വീട്ടിലത്തേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് കേശുവിൻ്റെ സൗണ്ടും കൂടെയൊക്കെ കേൾക്കാൻ പറ്റും. കേശു എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങി ആളിടയ്ക്ക് ഉണർന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവൻ ഇടയ്ക്ക് കയറിയൊക്കെ പറയണുണ്ട് ആൾ. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കുഞ്ഞ് സൗണ്ട് കൂടെ കേൾക്കണത്. അങ്ങനെ അച്ഛൻ വരുമ്പോൾ കേശുവിന് ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കാണുമല്ലോ, അത് നോക്കിയിരിക്കുകയായിരുന്നു എപ്പോൾ വരുമെന്ന്. അപ്പോൾ അതാ ചേട്ടൻ കുറച്ച് മുട്ട വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മുട്ട വാങ്ങിക്കൊണ്ട് വന്ന്, ബ്രെഡ് വാങ്ങിക്കൊണ്ട് വന്ന്, അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളുമായിട്ട് അടുക്കളയിൽ പോകുമ്പോഴേക്ക് കേശു പുറകെ വന്നോളും എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട്. അവനെന്നും ചോക്ലേറ്റ് വേണം, എന്നും അവൻ അത് തന്നെ. ചോക്ലേറ്റ് അവന് നിർബന്ധമാണ്, അവന് ബിസ്ക്കറ്റ് വേണം. ഇതൊക്കെയാണ് കേശുവിൻ്റെ ഡിമാൻഡുകൾ. പിന്നെ ഞാനൊരു കറ്റാർവാഴ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് മോൻ എന്തെന്ന് വെച്ചാൽ അത് കുറേശ്ശെ ഒടിച്ചൊടിച്ച് അവൻ്റെ മുഖത്ത് തേച്ചിട്ട്, അമ്മ ഞാൻ വെളുത്തിട്ടുണ്ടോ, വെളുക്കാറായെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ കറ്റാർവാഴയൊക്കെ മുഖത്തിടണത് മോൻ കണ്ടിട്ടുണ്ട്. അതുമല്ല, ഇന്ന് ഞാനേ എന്തോ കാര്യം പറഞ്ഞപ്പോഴേക്കും മോൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ മോനെ അടുത്ത മാസം എക്സാമാണ്, ഒന്നും പച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മോൻ പറയുകയാണേ, പച്ചില്ല അല്ല പഠിച്ചില്ല. അപ്പോൾ ഞാൻ ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു കൊഞ്ചലോടെ, ഒരു ചെല്ലത്തിലാണ് മോൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എൻ്റെ മോൻ ഇത്രയും വളർന്നെന്നുള്ളത് ഞാൻ എപ്പോഴാണ് മനസ്സിലായത്. പച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ തിരുത്തിയിട്ട് അല്ല അമ്മ പഠിച്ചില്ല, അത്രത്തോളം തിരുത്തി പറയാറായി എൻ്റെ കൊച്ച്. അങ്ങനെ ഇനി എന്താ പറയാനായിട്ട്, എനിക്കെന്തോ ആ സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചില സമയത്ത് ചില ഫീല് തോന്നുമല്ലോ. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് തോന്നും, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഫീലാവും. അങ്ങനെ കൊണ്ടുവന്ന് ഈ ലേസൊന്നും എന്നും വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല, വല്ലപ്പോഴും കൊതി തോന്നി പറയുമ്പോൾ മാത്രമേ ലേസ് വാങ്ങുള്ളൂ. മുന്നേക്ക് ഒരുപാട് ലേസ് ഇങ്ങനെ എപ്പോഴും വാങ്ങുമായിരുന്നു കേശുവിന്. ഇപ്പോൾ അതൊക്കെ നിർത്തിയിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ കുറേ ദിവസം കൊതി പറയണ സമയത്ത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മാത്രം വാങ്ങും. പിന്നെ കേശുവിന് ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കണത്, ഏത്തപ്പഴം നെയ്യിൽ വരട്ടി കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോൻ അതൊക്കെ കഴിച്ചോളും. പിന്നെ ഈ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ ഡോറിന് റബ്ബർ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അതെല്ലാം എടുത്തിട്ട് ഈ ഡോറിൻ്റെ ബാക്കിൽ ആ പിടിയിലങ്ങ് ഇട്ട് വെച്ചിരിക്കും. അപ്പോൾ റബ്ബറെല്ലാം അവിടെ തന്നെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു റബ്ബറും നോക്കിയാൽ ഒറ്റ എണ്ണം കാണൂല. ഈ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ ഇതുപോലെ കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് റബ്ബറായി ഞാനിങ്ങനെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെ ഇനി വേണം ചേട്ടന് പുട്ട് അവിക്കാനായിട്ട്. അപ്പോൾ രാത്രി പുട്ട് മതിയെന്ന് പറഞ്ഞു, ഗോതമ്പ് പുട്ട്. അങ്ങനെ പുട്ടും പഴമുണ്ടല്ലോ, ആ ഏത്തപ്പഴം പുഴുങ്ങിയതും പുട്ടും കൂടെ കൊടുക്കുമ്പോഴേക്ക് അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയെന്നറിയാമോ പുട്ടിന്, എനിക്ക് ആദ്യമൊക്കെ ഗോതമ്പ് പുട്ടിന് മാവ് നനയ്ക്കുന്നത് എൻ്റെ പൊന്നെ ഒരു ബാലികറാമല തന്നെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാവ് നനയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്ന ഒരു ട്രിക്കാണ്, ഇങ്ങനെ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് മാവ് അതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് മാവ് നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ എനിക്ക്
ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ, ആദ്യമൊന്നല്ല ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് മാവ് നനയ്ക്കുന്നത്. ഇപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട്, കുറച്ചും കൂടെ മനസ്സിലായി ഗോതമ്പ് മാവ് നനയ്ക്കേണ്ട രീതി. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അതും ഞാൻ എന്ത് ചെയ്യുമെന്നല്ല, ഇവിടുത്തെ അമ്മ ചെയ്യണത് കണ്ടാണ് ഞാനും അതൊക്കെ ചെയ്യണത്. ആ പുട്ടിനുള്ള മാവ് അല്ലാതെ തന്നെ പച്ചവെള്ളത്തിലൊന്ന് നനച്ചെടുക്കും. ഏകദേശമൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ട്, ഏകദേശം ആവുള്ളൂ, നന്നായിട്ട് നനയ്ക്കൂല, ഏകദേശം ഒരു വിധത്തിലൊക്കെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആ പുട്ടിൻ്റെ മാവ് നനച്ചുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ച് എനിക്ക് നനച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും, എന്നാൽ മാത്രമേ ഈ കട്ടയില്ലാണ്ട് ഒന്ന് നനച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പുട്ടുകുറ്റിയിൽ വെള്ളം വെച്ചാൽ ആ വെള്ളം അങ്ങ്, നമ്മളിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് വെള്ളം വെച്ച് കൈമാറ്റേണ്ട താമസം അതങ്ങ് തിളച്ചോളും. അപ്പോൾ ഈ മാവ് നനച്ചെടുക്കുന്ന സമയം കൊണ്ട് പഴം അങ്ങ് പുഴുങ്ങിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ അങ്ങ് വെച്ച്, അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ട് നിന്ന് പുട്ടിന് മാവ് നനയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മാവ് നനച്ച് തീരുന്ന സമയം കൊണ്ട് പഴവും കൂടെ പുഴുങ്ങി കിട്ടും. അതായിരുന്നു എൻ്റെ വിചാരം. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഒരുവിധം മാവ് നനച്ചതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അതിനെടുത്ത് അതിനൊന്ന് നമ്മൾ തേങ്ങാപ്പീരയൊന്നും ഇല്ലാണ്ട് ഒന്ന് അവിച്ചെടുക്കും. ഒരവിപ്പ് അവിച്ചെടുത്തിട്ട് വീണ്ടും അതിനെ ഇങ്ങനെ തട്ടിയിട്ട് ഒന്നും കൂടെ ഇളക്കി കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്നും കൂടെ അവിക്കും. അപ്പോൾ ടോട്ടലി നമ്മൾ പുട്ട് 2 പ്രാവശ്യം, രണ്ടാമത് അവിക്കണ സമയത്ത് തേങ്ങാപ്പീരയൊക്കെ ഇട്ടാണ് അവിക്കണത്. ആദ്യം അവിക്കുമ്പോൾ തേങ്ങാപ്പീരയൊന്നും ഇടാണ്ട് വെറുതെ പുട്ട് മാത്രമല്ല മാവ് മാത്രം ഇട്ടൊന്ന് നനച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇടുമ്പോഴാണ് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നമ്മൾ സാധാരണ നനയ്ക്കും പോലെ അവിക്കും പോലെ അവിക്കും. അപ്പം നമ്മൾ 2 പ്രാവശ്യം ഇതുപോലെ അവിച്ചെടുത്താൽ ഈ നെഞ്ചിരിച്ചിലൊക്കെ വരും. ചിലപ്പോൾ ഗോതമ്പ് പുട്ട് കഴിക്കുമ്പോഴുള്ള നെഞ്ചിരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ പുട്ട്. പക്ഷേ വേറൊരു പ്രശ്നം എന്തെന്നറിയാമോ, ഇങ്ങനെ രണ്ടവിപ്പ് അവിച്ചെടുക്കുമ്പോഴേക്ക് പിന്നെ നമ്മൾ പുട്ട് അവിച്ചിടുമ്പോഴേക്ക് പുട്ട് നല്ല ആ പുട്ടുകുറ്റിയുടെ ഷേപ്പിൽ ആ പുട്ടിൻ്റെ ഒരു തനതായ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് കിട്ടൂല. നമ്മൾ പുട്ട് ഇങ്ങനെ തട്ടിയിടുമ്പോഴേക്ക് പുട്ട് ഫുൾ അങ്ങ് പൊടിഞ്ഞു പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് മാത്രമേ ഞാൻ നോക്കിയിട്ടൊരു ഡ്രോബാക്ക് ആയിട്ടുള്ളൂ. ബാക്കിയൊന്നും പ്രശ്നമില്ല, നല്ല സൂപ്പറായിട്ട് വന്നോളൂ. പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പീരയൊന്നും ഇല്ലാണ്ട് ആദ്യത്തെ പ്രാവശ്യം പുട്ട് അവിക്കുമല്ലോ, അവിക്കുന്ന സമയത്ത് പുട്ടിങ്ങനെ നീക്കി ഇടുമ്പോഴേക്ക് ചില്ലിൽ പറ്റി പിടിച്ചിരിക്കും. നമുക്ക് തേങ്ങാപ്പീര ഉണ്ടെങ്കിൽ ആ പ്രശ്നം വരില്ല. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് മാവ് മാത്രമല്ല, അപ്പോൾ ഈ ചില്ലിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതിൽ നിന്ന് കുറച്ച് ഇളകി വരാനായിട്ട് കുറച്ച് മാവ് മാത്രം, ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. അങ്ങനെ രണ്ടാമത് ഞാൻ വീണ്ടും ആദ്യത്തെ പ്രാവശ്യം പുട്ട് അവിച്ച് വെച്ചിട്ട് ഇതുപോലെ അതിനെ ഒന്ന് തട്ടിയിട്ട് ഒന്നും കൂടെ വീണ്ടും ശകലം വെള്ളം കൂടെ ഒഴിക്കും കേട്ടോ, വെള്ളം കൂടെ കുടഞ്ഞ് അതൊന്ന് വീണ്ടും ഒന്ന് നനച്ചിട്ട്, പിന്നെ ഞാൻ ഈ പൊടിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് കുത്തിയൊക്കെ വയ്ക്കണത്. എന്നിട്ടും ഒരു രക്ഷയുമില്ലായിരുന്നു, വീണ്ടും പൊടിഞ്ഞ്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് സാധാരണ പോലെ തന്നെയാണ് അവിക്കാൻ പോണത്. കണ്ടില്ലേ. അപ്പോൾ രണ്ടാമത് ഇതുപോലെ അവിച്ചെടുക്കുമ്പോഴേക്കും പുട്ട് ഫുള്ളങ്ങ് പൊടിഞ്ഞു പോകും. അങ്ങനെ പഴം അവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുള്ളിക്കാരൻ ഇത് രണ്ടും കൂട്ടി അങ്ങ് കഴിച്ചോളും. ഭയങ്കര ഇഷ്ടം, കേശുവിനും ഇഷ്ടമാണ് ഇങ്ങനെ പഴം പുഴുങ്ങണത്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ പഴം പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുക്കാത്ത പഴം വേണം. നല്ല പഴുത്തു പോയാൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ പോവും. അങ്ങനെ ഞാൻ പുട്ടും പഴമൊക്കെ അവിടെ കൊടുത്തിട്ട് പുള്ളിക്കാരന് കൊടുത്ത്, കേശു അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്. എന്നിട്ട് കുറച്ച് തുണികൾ കഴുകി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ കേശു ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഇനി മോനെയും കൊണ്ട് കയറണം, അല്ലെങ്കിൽ ഞാൻ മേളിൽ. അതുകൊണ്ട് ഞാൻ തുണി വിരിക്കാനായിട്ട് കയറിയില്ല. ഇപ്പോൾ സമയം ഏകദേശം 10:45, ഇപ്പോഴാണ് തുണി വിരിക്കാനായിട്ട് കയറിയത്. അപ്പോൾ ഈ തുണികൾ ഇവിടെ അങ്ങ് വിരിച്ചിട്ടിരുന്നാൽ നാളെ ഒരു ഉച്ച ആകുമ്പോഴേക്കും അങ്ങ് ഉണങ്ങുമല്ലോ. അല്ല ഞാനിപ്പോൾ മെഷീനിൽ നിന്ന് എടുക്കാതെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. പിറ്റേന്ന് എടുക്കുമ്പോൾ വീണ്ടും അതിനൊന്നും കൂടെ എടുത്ത് കഴുകേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സമയമാണെങ്കിലും പ്രശ്നമില്ല കൊണ്ടങ്ങ് വിരിച്ചിടാമെന്ന് വിചാരിച്ച്. അയ്യോ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
പിന്നെ തുണി വിരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും നല്ല തണുത്ത കാറ്റൊക്കെ വീശണുണ്ടായിരുന്നു കേട്ടോ. മഴക്കോളം ഉണ്ടെന്ന് തോന്നുന്നു. രാത്രി ആയതുകൊണ്ട് അധികം അറിയാനും പറ്റണില്ല. മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മെഷീനിൽ കഴിവുമ്പോൾ അറിയാമല്ലോ, നന്നായിട്ട് ഒരു 3/4 ഭാഗം ഉണങ്ങിയതാണ്. മഴ പെയ്യണമെങ്കിൽ പെയ്യട്ടെ, നനഞ്ഞാലും സാരമില്ല. പക്ഷേ ഇന്ന് വിരിക്കാതിരുന്നിട്ട് നാളെ എടുക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് അൺസഹിക്കബിളാണ്. പിന്നെ ഒന്നും കൂടെ പിന്നെ ഈ സോപ്പ് പൊടിയും എല്ലാം കൂടെ ഇട്ട് കംഫർട്ടും അതുപോലെ ആ ലിക്വിഡും ഒക്കെ ഇട്ട് വീണ്ടും കഴുകേണ്ടി വരും. അപ്പോൾ പിന്നെ അത് വീണ്ടും മെനക്കേടല്ലേ. അങ്ങനെയെല്ലാം വിരിച്ചിട്ട് ഇനി ഞങ്ങൾ പോയി കിടന്നൊന്ന് ഉറങ്ങട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.